കണ്ണൂരിൽ UDFന് കാലിടറും എന്നാണ് റിപ്പോർട്ടർ മെഗാ പ്രീ പോൾ സർവേ ഫലം പറയുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കണം, അത് കെ സുധാകരൻ മത്സരിക്കാൻ സന്നദ്ധനാണ് എന്നോ താൻ മത്സരിക്കുമെന്നോ അറിയിക്കുന്നതിന് മുമ്പാണ് ഈ സർവേ നടക്കുന്നത്. ജയന്തിൻ്റെ പേരാണ് ആ ഘട്ടത്തിൽ പറഞ്ഞു കേട്ടിരുന്നത്. മറുഭാഗത്ത് കേട്ടിരുന്നത് ശൈലജ ടീച്ചറിൻ്റെയും. LDFന് 5% മേൽക്കൈയാണ് വോട്ടർമാർ പ്രവചിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ കോട്ടയം പക്ഷേ UDF തിരിച്ചു പിടിക്കുമെന്നും സർവേ പറയുന്നു. അവിടെ ചാഴികാടന് അനുകൂലമായിട്ടുള്ള ഒരു മനസ്സ് ആ മണ്ഡലത്തിലുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ വോട്ട് നിർണായകമാണ്. സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രവർത്തനങ്ങൾ മോശമെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പറയുന്നത്. കണ്ടുവരാം. കൗതുകങ്ങൾ ഏറെ നിറഞ്ഞു നിൽക്കുന്ന, സസ്പെൻസ് നിറഞ്ഞു നിൽക്കുന്ന കണ്ണൂരും കോട്ടയവും. കണ്ണൂർ ഇത്തവണ ചുവക്കും. UDFന് അടിപതറുമെന്ന് 45% പേർ അഭിപ്രായപ്പെട്ടു. UDFനൊപ്പമെന്ന് അഭിപ്രായപ്പെട്ടവർ 40%. 13.4% പേർ BJP വിജയിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു. കെ സുധാകരന്റെ പ്രവർത്തനം ശരാശരി എന്നാണ് അഭിപ്രായപ്പെടുന്നത്. 34% പേർ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ പ്രവർത്തനം വളരെ മോശമെന്ന അഭിപ്രായക്കാരാണ്. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനവും വളരെ മോശമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. 41% പേർ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് കരുതുന്നവരാണ്. KK ശൈലജയെ മുഖ്യമന്ത്രി പദത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നവർ 41%. ആരാകണം മുഖ്യമന്ത്രി? കണ്ണൂരിന്റെ മനസ്സ് പറയുന്നു 41.4%. KK ശൈലജ ടീച്ചർ വടകരയിൽ മത്സരിക്കാൻ പോകുന്ന KK ശൈലജ ടീച്ചറിനെ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായി കാണണമെന്ന് കണ്ണൂരുകാർ ആഗ്രഹിക്കുന്നുവെന്ന് പിണറായി വിജയന് കിട്ടിയിരിക്കുന്ന നോക്കൂ 13.4% മാത്രം. കേരള കോൺഗ്രസുകളുടെ പോരാട്ടത്തിൽ കോട്ടയം UDFനൊപ്പമെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. 40% പേർ ഫ്രാൻസിസ് ജോർജ് പാർലമെന്റിലെത്തുമെന്ന് കരുതുന്നു. തോമസ് ചാഴികാടന് 38% പേരുടെ പിന്തുണ മാത്രമെന്നാണ് സർവേയിലുള്ളത്. BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നും കോട്ടയത്തെ വോട്ടർമാർ കരുതുന്നു. സിറ്റിംഗ് MPക്ക് ശരാശരി മാർക്കാണ് നൽകുന്നത്. 31% മികച്ചതെന്ന അഭിപ്രായം പങ്കുവച്ചു. മോദി സർക്കാർ മികച്ചതെന്നാണ് സർവേയിൽ പങ്കെടുത്തവർ പറഞ്ഞത്. നവകേരള സദസ് ആവശ്യമായിരുന്നില്ലെന്നും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാർ ആയിരുന്നുവെന്നും വിശ്വസിക്കുന്നവരാണ് സർവേയിൽ പങ്കെടുത്തവരിലേറെ. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിങ്ങൾ ആരെയാണ് പിന്തുണയ്ക്കുക? ഇതുവരെ കണ്ടതിൽ KK ശൈലജയ്ക്കാണ് ബഹുഭൂരിപക്ഷം പിന്തുണയും കിട്ടിയിരിക്കുന്നതെങ്കിൽ VD സതീശൻ പിന്നിലാരാണെന്ന് നോക്കൂ. സുരേഷ് ഗോപി നോക്കൂ. നമ്മളത് വിട്ടുപോയിട്ടുണ്ട് എങ്കിലും ഈ പറയുന്ന നവകേരള സദസ് ആവശ്യമായിരുന്നില്ല എന്ന് പറയുന്നത് അവിടെ 73%. ചാഴികാടനെ ആ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർത്തിപ്പൊരിച്ചു. സർവേ 16 മണ്ഡലങ്ങൾ പിന്നിടുമ്പോൾ 12 UDFനും 4 LDFനുമാണ് സാധ്യത കൽപ്പിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.